നമ്മുടെ iOS 17.2 റിലീസായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ തന്നെ കുറച്ച് പേര് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പറയുന്ന ഡിസ്പ്ലേയുടെ ഇഷ്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുള്ളത് കൊണ്ട് തന്നെയാണ്. ആ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ iOS 17.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ചധികം ഹിഡൻ ഫീച്ചേഴ്സും അതേപോലെ അപ്ഡേറ്റ്സും ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. ഇതേപോലെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. സോ ദിസ് ഇസ് ബിൻ സേവിയർ ഫ്രം എരിക്ക. നമ്മുടെ ഈ പറയുന്ന iOS 17.2ൽ നമുക്ക് ഇനി മുതൽ സിറി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ആപ്പിൻ്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഹൗ മെനി അവേഴ്സ് ഐ സ്ലെപ്റ്റ് ലാസ്റ്റ് ഡേ? 6 hours and 8 minutes. കറക്റ്റായിട്ട് ഞാൻ കിടന്നുറങ്ങിയ ആ ഒരു മണിക്കൂറുകളും അതേപോലെ മിനിറ്റും എനിക്കിവിടെ സിറി ആക്സസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചോദിക്കുക മാത്രമല്ല, എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഡാറ്റ നമുക്കതിൽ ആഡ് ചെയ്യാനും പറ്റും. അതും ഞാൻ കാണിച്ചു തരാം. ലോക്ക് മൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 108. Okay, what's your blood glucose? 108. 1. None. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ 1 എന്ന് മാത്രമാണ് ആക്സസ് ചെയ്യുള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ 108 എന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് എമൗണ്ട് ഇത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യും. ഇതെൻ്റെ റഫായിട്ട് വെറുതെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് പല ആൾക്കാർക്കും ഈ പറഞ്ഞ പല ഡാറ്റ ഹെൽത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ നമുക്കിനി ഓരോ വട്ടം ടൈപ്പ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ സിറി എടുത്ത് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെ നമുക്ക് ടേൺ ഓൺ ചെയ്യാമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഹെൽത്ത് ആപ്പിലേക്ക് പോകാം. ഹെൽത്ത് ആപ്പിൽ നമ്മുടെ ഈ പറഞ്ഞ സമ്മറി എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മുടെ ആപ്പിൾ ID സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആപ്സ് ആൻഡ് സർവീസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴത്ത് ഏറ്റവും അവസാനം വേണ്ടി സിറി എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആക്സസ് ഹെൽത്ത് ഡാറ്റ എന്ന ഓപ്ഷൻ നമ്മൾ ടേൺ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് നമ്മുടെ സിറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് മെമ്മോജി സെഷനിലാണ്. മെമ്മോജി സെഷനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബോഡി കാറ്റഗറിയിൽ 3 പുതിയ ചെസ്റ്റിൻ്റെ ആ ഒരു വേരിയൻസ് അല്ലെങ്കിൽ 3 പുതിയ കാറ്റഗറീസ് വന്നിട്ടുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ ആയാലും നമുക്ക് ആ ഒരു ബോഡി കാറ്റഗറി കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് ആ ഒരു മെമ്മോജി കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിലെ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഇനി വരാൻ പോകുന്ന ആപ്പിളിൻ്റെ AR/VR ഹെഡ്സെറ്റിനെ ബേസ് ചെയ്താണ്. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോയി കണ്ട് ഇവിടെ നമുക്ക് അനലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അവിടുന്ന് നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ ഇംപ്രൂവ് AR ലൊക്കേഷൻ ആക്യുറസി എന്ന പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ മാപ്പിലും ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ലാൻഡ് മാർക്കും ബിൽഡിങ്ങും സ്കൈ സ്ക്രേപ്പേഴ്സും എല്ലാം കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ മാപ്സിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യാനാണ് ഈ പറഞ്ഞ ഇംപ്രൂവ് AR ലൊക്കേഷൻ ആക്യുറസി എന്ന് പറഞ്ഞാൽ പുതിയ ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. വരാൻ പോകുന്ന നമ്മുടെ വിഷൻ പ്രോയിലും ഈ പറഞ്ഞ AR/VR കുറേയധികം പരിപാടികൾ വരുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ പറയുന്ന AR/VR ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം ആപ്പിൾ TVയിലാണ്. ആപ്പിൾ TV ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആപ്പിൾ TVയുടെ ആ ഒരു യൂസർ ഇൻ്റർഫേസ് ആപ്പിൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്കുണ്ടായ ആ ഒരു ഇൻ്റർഫേസ് അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള
ആ ഒരു കാറ്റലോഗ് അല്ലെങ്കിൽ ചെറിയൊരു മോഷൻ പിക്ചറാണ് നമുക്കിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഓരോ വീഡിയോസിനും നമ്മുടെ ആ ഒരു ഫുൾ സ്ക്രീനായിട്ടുള്ള ആ ഒരു മോഷൻ പിക്ചർ അല്ലെങ്കിൽ ട്രെയിലർ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ iPhone 15 സീരീസിൽ മാത്രം വന്നിരുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ iPhone 13ലും 14ലും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന QI2 എന്ന് പറഞ്ഞ വയർലെസ് ചാർജിങ്, നമ്മുടെ വയർലെസ് ചാർജിങ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന QI2 എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ 13ലേക്കും 14ലേക്കും ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 15 സീരീസിൽ മാത്രം കൊണ്ടുവരുന്ന ആ ഒരു ഓപ്ഷൻ ഇനി മുതൽ നമ്മുടെ 13 യൂസേഴ്സ് മുതൽ പൊക്കത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ കീബോർഡ് സെഷനിലാണ്. നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ജനറൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കീബോർഡ് സെഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഷോ പ്രൊഡക്റ്റീവ് ഇൻലൈൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതെന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യും NJAN ഞാൻ എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന കീബോർഡ് അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വേർഡ് ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക് ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ആ ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ iOS 17.2ൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറഞ്ഞ കീബോർഡ് ആക്സസ് ചെയ്യണമെന്നാണെങ്കിൽ ഈ പറഞ്ഞ ഷോ പ്രൊഡക്റ്റീവ് ഇൻലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് വേർഡിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് MAR അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി KET എന്ന ഓപ്ഷൻ നമുക്ക് വരില്ല. അങ്ങനത്തെ നമ്മുടെ ഈ പറഞ്ഞ പ്രഡിക്ഷൻസും ബാക്കി കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് ഓഫ് ചെയ്യരുത്. ഇനി നമ്മുടെ iOS 17.2 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ബാറ്ററി പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഡീസൻ്റ് ആയ ഒരു ബാറ്ററി പെർഫോമൻസ് തരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ പറയുന്ന ബാറ്ററി ജ്യൂസ് പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ പറയുന്ന ഒരു 30% താഴത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഡ്രെയിൻ ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്കും ഇതേപോലെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പെർഫോമൻസ് എനിക്ക് ഡീസൻ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആപ്സ് എടുക്കുമ്പോൾ ആപ്സിൻ്റെ ലോഞ്ചിങ്ങിനോ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. നേരത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു ആ ഒരു പുള്ളിക്കാരന് നമ്മുടെ ഈ പറഞ്ഞ അപ്ഡേറ്റിന് ശേഷം ചെറിയ ചെറിയ ഷട്ടറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ ബഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഈ ഒരു അപ്ഡേഷൻ ചെയ്താൽ നമുക്ക് ചില കൂട്ടുകാർക്ക് അങ്ങനെ ബഗ് വരാൻ ചാൻസ് ഉണ്ട്. ബഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പനിയാണ്. ചിലപ്പോൾ 10 പേര് കൂടി നിൽക്കുമ്പോൾ ഒരാൾക്കായിരിക്കും ആ ഒരു പനി കിട്ടുക, ചിലപ്പോൾ 9 പേർക്കും ആ ഒരു പനി കിട്ടാം. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പനി അല്ലെങ്കിൽ ഫീവർ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ എവിടെയോ കൊടുക്കുന്ന ആ ഒരു സെർവറിൽ നിന്ന് നമുക്ക് 010101 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഈ പറഞ്ഞ കുറേയധികം ഡാറ്റകളും എൻക്രിപ്റ്റായ കുറേയധികം എന്താ പറയുക ആകെ 2 നമ്പർ 01 എന്ന നമ്പർ മാത്രം നമ്മുടെ ഡിവൈസിലേക്ക് ആഡായാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കുന്നത്. പക്ഷേ അവിടെ ചെറിയ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് ബഗ് വരാം. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല ഇന്ന ആൾക്ക് ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്താൽ ബഗ് വരില്ല എന്ന്. എന്തുകൊണ്ടാണ് ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ ഇൻ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 90% അപ്ഡേറ്റിൽ ബഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഐട്യൂൺസ് വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു 90% കുറഞ്ഞ് നമുക്കൊരു 40-30% ആ ഒരു റിഡക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ പറഞ്ഞ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഹീറ്റിംഗ് ഇഷ്യൂ ആണെങ്കിലും എനിക്ക് വലുതായിട്ട് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമ്മുടെ ഡിവൈസിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഗെയിം കളിക്കുന്ന ഒരു കൂട്ടുകാരൻ ഈ പറഞ്ഞ ഐഫോൺ ചൂടാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഐഫോൺ അല്ല വേറെ ഏത് ഫോൺ, നിങ്ങൾ ആസ്യൂസ് ആയിക്കോട്ടെ വേറെ ഏത് ഫോൺ എടുത്താലും ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ അതിലുണ്ടാക്കും. കാരണം ഈ ഒരു പ്രോസസ്സർ ചൂടാവുമ്പോൾ ആ ഒരു ഹീറ്റ് ഡിസ്പെൻസ് ചെയ്ത് പുറത്തേക്ക് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ പറഞ്ഞ ഹീറ്റ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് പുറത്ത് നമ്മുടെ ഫോണിൻ്റെ ഈ പറഞ്ഞ ഔട്ടർ സൈഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐഫോൺ എന്തായാലും ചൂടാവും. ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്റ്റ് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ നോർമൽ യൂസിൽ ചൂടാകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങൾ കുറച്ച് നേരം ഈ പറഞ്ഞ ഡിവൈസ് കൂൾ ഡൗൺ ആയിട്ട് വെക്കുക.
അതേപോലെ ഹെവി ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഡിവൈസ് ചാർജ് കുത്തിയിടാതിരിക്കാനും നിങ്ങൾ നോക്കുക. ഇനി നമ്മുടെ iPhone 13 ഡിസ്പ്ലേ ഇഷ്യൂൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഡിസ്പ്ലേ അടിച്ചു പോവുക, ഡിസ്പ്ലേ ഗോസ്റ്റ് ഇഷ്യൂ വരിക, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വെച്ചാൽ, നിങ്ങൾ പുറത്തൊരു യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഇഷ്യൂസ് കാണുന്നില്ല. കാരണം ഇന്ത്യയിൽ വരുന്ന മോഡൽസിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നത്. പിന്നെ ദുബായിൽ കുറച്ചധികം പേർക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഇഷ്യൂ ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ ഡിസ്പ്ലേ കൊടുക്കുന്നത് 3 പേരാണ്. ഒന്ന് സാംസങ്, LG, പിന്നെ തേർഡ് പാർട്ടി. ഈ ഒരു തേർഡ് പാർട്ടിയുടെ സർക്യൂട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന 13 സീരീസിൽ അത്രമാത്രം സ്ക്രീൻ ഇഷ്യൂ വരുന്നത്. നിങ്ങൾ നോക്കി അതേപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ പറയുന്ന അപ്ഡേഷൻ ചെയ്യുക. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ അപ്ഡേഷൻ ചെയ്യരുത്. കാരണം നമുക്കൊരു പ്രൈമറി ഫോൺ മാത്രമുള്ളെങ്കിൽ പിന്നെ ആ ഒരു ഡിവൈസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസ് കളയാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസ് ചെയ്യാനും നല്ലൊരു ബഡ്ജറ്റ് ആകും. സോ എന്തായാലും റെസ്പോൺസിബിൾ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യാൻ നോക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this video. This is Yevin Xavier signing from Evika.